ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വ്യാകരണത്തിന്റെ കുറച്ച് പോർഷൻ ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ, അത് നമുക്ക് എടുക്കാം. അതിൽ പേജ് നമ്പർ 83 5 എന്നുള്ളത് ദ്യോതകം, ഘടകം, വ്യാക്ഷേപകം, ഗതി. അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇന്നോ നാളെയോ അമ്മാവനും കുടുംബവും എത്തും. ഈ വാക്യത്തിൽ ഇന്ന്, നാളെ എന്നീ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ദ്യോതകമാണ് ഓ. അമ്മാവൻ, കുടുംബം എന്നീ പദങ്ങളെ എന്ന ദ്യോതകം കൊണ്ടും കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ എന്താണ് ദ്യോതകം എന്ന് മനസ്സിലായില്ലേ? ഓ എന്നൊക്കെ വരുന്നതാണ് അല്ലെ. മകൻ ഗൾഫിൽ നിന്ന് വരുമെങ്കിൽ കല്യാണം നടക്കും എന്ന വാക്യത്തിൽ മകൻ ഗൾഫിൽ നിന്ന് വരും, കല്യാണം നടക്കും എന്നീ വാക്യങ്ങളെ എങ്കിൽ എന്ന ദ്യോതകം കൊണ്ട് കൂട്ടിച്ചേർക്കുന്നു. മകൻ വന്നെങ്കിലും കല്യാണം നടന്നില്ല എന്ന വാക്യത്തിൽ എങ്കിലും എന്ന ദ്യോതകം മകൻ വന്നു, കല്യാണം നടന്നില്ല എന്നീ വാക്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നു. അത്രയാണ് അതിൽ പറഞ്ഞത് അല്ലെ. ഇന്നും ഓക്കെ, അപ്പൊ ഇന്ന് പശു പ്രസവിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന വാക്യത്തിലെ എന്ന് എന്ന ദ്യോതകവും പശു ഇന്ന് പ്രസവിക്കും എന്ന വിശ്വാസം എനിക്കില്ല എന്ന വാക്യത്തിലെ എന്ന ദ്യോതകവും വാക്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നവയാണ്. വാക്കുകളെയോ വാക്യങ്ങളെയോ കൂട്ടിച്ചേർക്കുന്ന ദ്യോതകത്തിന് ഘടകം എന്ന് പേർ അല്ലെ. ഘടകം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം? വാക്കുകളെയോ വാക്യങ്ങളെയോ കൂട്ടിച്ചേർക്കുന്ന ദ്യോതകത്തിനെയാണ് എന്ത് പറയുന്നത്? ഘടകം എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് എന്താ പറയുന്നത്? അടുത്തത് അയ്യയ്യോ രക്ഷിക്കണേ എന്ന് ആട്ടിടയൻ ആർത്തു വിളിച്ചു. ഈ വാക്യത്തിൽ അയ്യയ്യോ എന്നത് ഭയം എന്ന വികാരം കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു ശബ്ദമാണ്. ഇങ്ങനെ വികാരങ്ങളെ സൂചിപ്പിക്കുന്ന അയ്യോ, ആവു, ശിവശിവ, കർത്താവേ, ചി, ഹ, കഷ്ടം തുടങ്ങിയ ശബ്ദങ്ങളും ദ്യോതകങ്ങളാണ്. ഇവക്ക് വ്യാക്ഷേപകം എന്ന് പറയുന്നു. അണ്ടർലൈൻ ചെയ്യണേ, ദ്യോതകം, ഘടകം, വ്യാക്ഷേപകം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വരുന്ന വാക്കുകൾ അയ്യയ്യോ, കർത്താവേ എന്നെ രക്ഷിക്കണേ, എന്റെ ദൈവമേ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് എന്ത്? വ്യാക്ഷേപകം. കാട്ടിൽ പോയി എന്നതിനും കാട്ടിലൂടെ പോയി എന്നതിനും അർത്ഥവ്യത്യാസമുണ്ട്. കാട്ടിൽ പോയി എന്ന വാക്യത്തിൽ പോകുന്ന ആളുടെ ലക്ഷ്യം കാടാണ്. കാട്ടിലൂടെ പോയ ആളുടെ വഴി മാത്രമാണ് കാട്. കാട്ടിൽ എന്ന വിഭക്തി രൂപത്തിന്റെ അർത്ഥം മതിയാകാതെ വന്നപ്പോൾ ചേർത്ത ദ്യോതകമാണ് ഊടെ, കാട്ടിലൂടെ എന്ന് പറഞ്ഞത്. ഇങ്ങനെ വിഭക്തിയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്ന ദ്യോതകത്തിന് ഗതി എന്ന് പേർ. അപ്പൊ അടുത്തത് ഗതി. ഗതി എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? ഇങ്ങനെ വിഭക്തിയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്ന ദ്യോതകമാണ് ഗതി അല്ലെ. വിഭക്തിയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്ന ദ്യോതകമാണ് ഗതി. എല്ലാ ഗതിയും എല്ലാ വിഭക്തി രൂപങ്ങളോടും ചേരില്ല. അതുകൊണ്ട് ഓരോന്നിനോടും ചേരുന്നവ ഇനം തിരിച്ച് താഴെ കൊടുക്കുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ദ്യോതകം, ഘടകം, വ്യാക്ഷേപകം, ഗതി എന്ന് പറഞ്ഞു. എന്താണ്? ഇന്നോ നാളെയോ അമ്മാവനും കുടുംബവും എത്തും. ഈ വാക്യത്തിൽ ഇന്ന്, നാളെ എന്നീ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ദ്യോതകമാണ് ഓ അല്ലെ. അപ്പൊ ഒരു വാക്യത്തില് രണ്ട് പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ദ്യോതകം എന്ന് പറയുന്നത് അല്ലെ. പിന്നെന്താ പറഞ്ഞത് അടുത്തത്? വാക്കുകളെയോ വാക്യങ്ങളെയോ കൂട്ടിച്ചേർക്കുന്ന ദ്യോതകത്തിന് ഘടകം എന്ന് പേർ അല്ലെ. ഘടകം. പിന്നെ അടുത്തത് എന്ത് പറഞ്ഞു? ഘടകം. വ്യാക്ഷേപകമാണ് അടുത്തത് അല്ലെ. വ്യാക്ഷേപകം. എന്താ വ്യാക്ഷേപകം? കേൾക്കുന്നില്ലേ മക്കളെ? ആ ഗ്രാമർ പ്രശ്നമാണ്, കുറച്ച് ഭാഗം കൂടി നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മുടെ ഇതുവരെയുള്ള പാഠങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? 2 പാഠത്തിന് നോട്ട്സ് മിസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മക്കളും എഴുതിയെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, നമ്മുടെ പാഠം ഏകദേശം എല്ലാം ഫിനിഷായി. ഇനി കുറച്ച് ഗ്രാമർ പോർഷനേ ഉള്ളൂ. അതുകൂടി കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ പാഠം മൊത്തം ഫിനിഷായി അല്ലേ. നോട്ട് നിങ്ങൾ ഫിനിഷാക്കി വെക്കണേ. കഴിയാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാഠത്തിന്റെ എഴുതിയെടുക്കാതിരിക്കരുത്. അടുത്ത വർഷത്തേക്ക് ഞാനൊരു ബുക്ക് നിങ്ങളോട് എന്തായാലും ചോദിക്കും. അപ്പൊ ആരെന്താണെന്ന് ചോദിക്കുന്നത് പറയാൻ കഴിയില്ല, നീറ്റ് ആയിരിക്കണം ആ ബുക്ക്. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് ഈ കണ്ടുപിടിച്ച് എഴുതണ്ടല്ലോ. അടുത്ത വർഷം എനിക്ക് ഇത് തന്നെ ആ നോട്ട് എടുത്താൽ മതിയല്ലോ. എന്താണ്? ദ്യോതകം, ഘടകം, വ്യാക്ഷേപകം, ഗതി. അതാണ് നമ്മളിപ്പോ ഇത്രയേറെ പറഞ്ഞത് അല്ലേ. അപ്പൊ ഒന്നുകൂടി അത് വായിക്കാം. ഇന്നോ നാളെയോ അമ്മാവനും കുടുംബവും എത്തും. ഈ വാക്യത്തിൽ ഇന്ന്, നാളെ എന്നീ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ദ്യോതകമാണ് ഓ. അതിന്റെ അർത്ഥം എന്താ? ആ 2 പദങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ദ്യോതകം എന്ന് പറയുന്നത് അല്ലെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്?
മകൻ ഗൾഫിൽ നിന്ന് വരുമെങ്കിൽ കല്യാണം നടക്കും എന്ന വാക്യത്തിൽ മകൻ ഗൾഫിൽ നിന്ന് വരും, കല്യാണം നടക്കും എന്നീ വാക്യങ്ങൾ, അതന്നെ ഉദാഹരണം പറയണേ ദ്യോതകത്തിന്. ആ രണ്ട് വാക്യങ്ങളെ എങ്കിൽ എന്ന ദ്യോതകം കൊണ്ട് കൂട്ടിച്ചേർത്തു. അപ്പൊ രണ്ട് വാക്യങ്ങളെയോ രണ്ട് വാക്കുകളെയോ തമ്മിലൊക്കെ കൂട്ടിച്ചേർക്കാനാണ് ഉപയോഗിക്കുന്നതിനാണ് ദ്യോതകം എന്ന് പറയുന്നത്, അല്ലെ? അടുത്തതിന് നമ്മൾ എന്താ പറഞ്ഞത്? ഘടകമാണ് അടുത്തത്. എന്ത്? വാക്കുകളെയോ വാക്യങ്ങളെയോ കൂട്ടിച്ചേർക്കുന്ന ദ്യോതകത്തിന് ഘടകം എന്ന് പേർ, അല്ലെ? വാക്കുകളെയോ വാക്യങ്ങളെയോ കൂട്ടിച്ചേർക്കുന്ന ദ്യോതകത്തിനാണ് എന്ത്? ഘടകം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യണേ, കണ്ടോ അത്? നെക്സ്റ്റ്, അയ്യയ്യോ രക്ഷിക്കണേ എന്ന് ആട്ടിടയൻ ആർത്തു വിളിച്ചു. ഈ വാക്യത്തിൽ അയ്യയ്യോ എന്നത് ഭയം എന്ന വികാരം കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു ശബ്ദമാണ്, അല്ലെ? നമ്മൾ വീഴാൻ കളിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ചിലപ്പം ദൈവമേ എന്ന് വിളിക്കും, അല്ലെങ്കിൽ കർത്താവ്, എൻ്റെ കർത്താവേ എന്ന് വിളിക്കും, അല്ലെ? നമ്മൾ വീണ് പോകുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് നമ്മുടെ വായിൽ നിന്നുണ്ടാവുന്ന ശബ്ദം, അല്ലെ? അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദമാണ്. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി നമ്മൾ പറയും എൻ്റെ അമ്മേ, എൻ്റെ ദൈവമേ, അല്ലെങ്കിൽ എൻ്റെ അമ്മേന്ന് വിളിക്കും, അല്ലെ? ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പോ കർത്താവേ, ചീ, ഹാ, കഷ്ടം തുടങ്ങിയ ശബ്ദങ്ങളും ദ്യോതകങ്ങളാണ്. ഇവയ്ക്ക് വ്യാക്ഷേപകം എന്ന് പറയും, അല്ലെ? അങ്ങനെ വരുന്നതിന് എന്താണ്? വ്യാക്ഷേപകം എന്ന് പറയും. കാട്ടിൽ പോയി എന്നതിനും കാട്ടിലൂടെ പോയി എന്നതിനും അർത്ഥവ്യത്യാസമുണ്ട്, അല്ലെ? കാട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ കാട്ടിൽ മാത്രമേ പോരൂ. കാട്ടിലൂടെ പോയാലോ? കാട്ടിന്റെ ഇടയിലെ കൂടെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു എന്ന് അർത്ഥം. കാട്ടിൽ പോയി എന്ന വാക്യത്തിൽ പോകുന്ന ആളുടെ ലക്ഷ്യം കാടാണ്. കാട്ടിലൂടെ പോയ ആളുടെ വഴി മാത്രമാണ് കാട്, അല്ലെ? കാട്ടിൽ എന്ന വിഭക്തി രൂപത്തിന്റെ അർത്ഥം മതിയാകാതെ വന്നപ്പോൾ ചേർത്ത ദ്യോതകമാണ് ഊടെ എന്നത്, അല്ലെ? ഇങ്ങനെ വിഭക്തിയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്ന ദ്യോതകത്തിന് എന്ത് പറയും? ദ്യോതകത്തിന് വിഭക്തിയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്ന ദ്യോതകത്തിന് എന്തു പറയും? ഗതി എന്ന് പറയും, അല്ലെ? എല്ലാ ഗതിയും എല്ലാ വിഭക്തി രൂപങ്ങളോടും ചേരില്ല. പിന്നെന്താ? അതുകൊണ്ട് ഓരോന്നിനോടും ചേരുന്നവ ഇനം തിരിച്ച് താഴെ കൊടുക്കുന്നു. എന്താണ്? നിർദ്ദേശികയോട് ചേരുന്നവ: മാവ് അടിതൊട്ട് മുടി വരെ പൂത്തു. ഇന്ത്യയുടെ വടക്ക് ഹിമാലയം എന്ന പർവ്വതമുണ്ട്. മനസ്സാകുന്ന ഖനിയിലാണ് സ്വഭാവ ഗുണങ്ങളാകുന്ന രത്നങ്ങൾ വിളയുന്നത്. ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, പ്രതിഗ്രാഹിക. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, ഇത്രയാണ്, അല്ലെ? പ്രയോജിക, സംബന്ധിക, ആധാരിക, അല്ലെ? അങ്ങനെ 7 എണ്ണാണ് വിഭക്തി വരുന്നത്. കണ്ടോ നിങ്ങള് താഴെ കൊടുത്തത്? അപ്പൊ നിർദ്ദേശിക ഉണ്ട്, നിർദ്ദേശിക, അടുത്തെന്താ? പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, പിന്നെ സംബന്ധിക, ആധാരിക. ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി അടുത്ത വർഷം മുതലൊക്കെ പഠിക്കാനുണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ വിഭക്തി ഓർമ്മിച്ച് നോക്കുക. 7 എണ്ണാണ് ഉള്ളത്. അതിൽ പേര് ഇനം തിരിച്ച് എഴുതിയിട്ടുണ്ട്. രണ്ടാമത് പ്രതിഗ്രാഹിക. ഞാൻ പാടുമെങ്കിലും സംഗീതത്തെക്കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല. പെരുവിരലിനേക്കാൾ വലുതല്ല ചെറുവിരൽ. അമ്മയെ ഒഴിച്ച് ആരെയും അവന് വിശ്വാസമില്ല. ചന്ദ്രനെ പോലെയാണ് അവളുടെ മുഖം. മരിച്ചവരെ ചൊല്ലി ദുഃഖിച്ചിട്ട് കാര്യമില്ല. മടിയന്മാരെ കൊണ്ട് നാടിന് എന്താണ് പ്രയോജനം? അപ്പൊ ഇങ്ങനെ വരുന്നതാണ് എന്ത്? പ്രതിഗ്രാഹിക. നെക്സ്റ്റ്, സംയോജിക. രാമൻ സീതയോടുകൂടി കാട്ടിലേക്ക് നടന്നു. ഓട് ഇന്ത്യയുടെ എന്നെല്ലാം വരുന്നതാണ് സംയോജിക. ഉദ്ദേശിക. മറ്റുള്ളവർക്കായി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. വേണ്ടി എന്നത് വരുമ്പോ എന്താണ്? ഉദ്ദേശിക. പ്രയോജികയിൽ ഗതി ഒന്നും ചേരില്ല. പ്രയോജികയിൽ എന്താണ്? ഗതി ഒന്നും ചേരില്ല. സംബന്ധിക. അവൻ എൻ്റെ നേരെ ഒരു നോട്ടം. നിന്റെ കൂടെ ഞാനും വരട്ടെ. എൻ്റെ പേരിൽ ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാ? നേരെ, കൂടെ, പേര്. ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ സംബന്ധിക വിഭക്തിയാണ്. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ ആധാരികയാണ്. കുട്ടികളിൽ വെച്ച് അവനാണ് ഭേദം. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് വഴി നീളം കുറഞ്ഞതാണ്. ഉണ്ടോ? ഏക്കുള്ള, നിന്ന്, വച്ച്, ഇതൊക്കെ വരുന്നതാണ് എന്ത്? ആധാരിക വിഭക്തി. അപ്പൊ നിങ്ങൾക്ക് അടുത്ത വർഷത്തിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഗ്രാമർ ഉണ്ടാവും മലയാളത്തിൽ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും അത് ഒരുപാട്, അല്ലേ? അപ്പൊ അത്രയാണ് ഇന്ന് നമ്മൾ എത്ര പേരെ പഠിച്ചത്. ഒന്നത് വായിച്ചേ. ആരാ വായിക്കുന്നേ? ഓക്കെ, ഷോർട്ട് വായിച്ചോ. അഞ്ചാമത്തെ അവിടെ മുതലാണ്. 5ന്റെ അവിടെ മുതല.
ഇന്നോ നാളെയോ അമ്മാവനും കുടുംബവും എത്തും. ഈ വാക്യത്തിൽ നിന്ന് നാളെ എന്നീ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ദ്യോഗത്തിലെ എന്ന് എന്ന ദ്യോഗവും പശു ഇന്ന് പ്രസവിക്കും എന്ന വിശ്വാസം എനിക്കില്ല എന്ന വാക്യത്തിലെ എന്ന ദ്യോതകവും വാക്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നവയാണ്. വാക്യങ്ങളുടെയോ കൂട്ടിച്ചേർക്കുന്ന ദ്യോതകത്തിന് ഘടകം എന്നു പേർ. അയ്യോ രക്ഷിക്കണേ എന്ന് ആട്ടിടയൻ ആർത്തു വിളിക്കുന്നു. ഈ വാക്യത്തിൽ അയ്യയ്യോ എന്നത് ഭയം എന്ന വികാരം കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു ശബ്ദമാണ്. ഇങ്ങനെ വികാരങ്ങളെ സൂചിപ്പിക്കുന്ന അയ്യോ, ആവൂ, ശിവ ശിവ, കർത്താവേ, ശി, ഹ, കഷ്ടം തുടങ്ങിയ ശബ്ദങ്ങളും ദ്യോതകങ്ങളാണ്. ഇവയ്ക്ക് വ്യാക്ഷേപകം എന്ന് പറയുന്നു. കാട്ടിൽ പോയി എന്നതിനും കാട്ടിലൂടെ പോയി എന്നതിനും അർത്ഥവ്യത്യാസമുണ്ട്. കാട്ടിൽ പോയി വാക്യത്തിൽ പോകുന്ന ആളുടെ ലക്ഷ്യം കാടാണ്. കാടിലൂടെ പോകുന്ന ആളുടെ ലക്ഷ്യം കാടാണ്. കാട്ടിലൂടെ പോയ ആളുടെ വഴി മാത്രമാണ് കാട്. കാട്ടിൽ എന്ന വിഭക്തി രൂപത്തിന്റെ അർത്ഥം മതിയാകാതെ വന്നപ്പോൾ ചേർത്ത ദ്യോതകമാണ് കൂടെ. ഇങ്ങനെ വിഭക്തിയുടെ അർത്ഥത്തെ പരിഹരിക്കുന്ന എന്ന് എല്ലാ വിഭക്തി രൂപങ്ങളോടും ചേരില്ല. അതുകൊണ്ട് ഓരോന്നിനോടും ചേരുവ ഇനം തിരിച്ചാഴെ കൊടുക്കുന്നു. നിർദ്ദേശങ്ങൾ ചേരുവന്ന ദ്യോതകം, ഘടകം, വിക്ഷേപകം, ഗതി. ഇന്നോ നാളെ അമ്മാവനും കുടുംബവും എത്തും. ഈ വാക്യത്തിൽ ഇന്ന്, നാളെ എന്നീ പദങ്ങൾ നിർദ്ദേശിക്കോട് ചേരുന്നവ. മാവ് അടിതൊട്ട് മുടി വരെ പൂത്തു. ഇന്ത്യയുടെ വടക്ക് ഹിമാലയം എന്ന പർവ്വതം ഉണ്ട്. മനസ്സാകുന്ന ഖനിയിലാണ് സ്വഭാവ ഗുണങ്ങളാകുന്ന രത്നങ്ങൾ വിളയുന്നത്. പ്രതിഗ്രാഹിക, ഞാൻ പാടുമെങ്കിലും സംഗീതത്തെക്കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല. പെരുവിരലിനേക്കാൾ വലുതല്ല ചെറുവിരൽ. അമ്മയെ ഒഴിച്ച് ആരെയും അവന് വിശ്വാസമില്ല. ചന്ദ്രനെ പോലെയാണ് അവളുടെ മുഖം. മരിച്ചവരെ ചൊല്ലി ദുഃഖിച്ചിട്ട് കാര്യമില്ല. മടിയന്മാരെ കൊണ്ട് നാടിന് എന്താണ് പ്രയോജനം? സംയോജിക, രാഗായി ജീവിതത്തിൽ ഒഴിഞ്ഞു വെക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. പ്രയോജികയിൽ ഗതി ഒന്നും ചെയ്യില്ല. സംബന്ധിക, അവൻ എന്റെ നേരെ ഒരു നോട്ടം. നിന്റെ കൂടെ ഞാനും വരട്ടെ. എന്റെ പേരിൽ ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്നു. ആധാരിക, കുട്ടി തെറ്റുകളിലേക്കുള്ള വഴി നീളം കുറഞ്ഞതാണ്. കുട്ടികളിൽ വെച്ച് അവനാണ് ഭേദം. രണ്ടെണ്ണമില്ലേ? വായിച്ചു അല്ലേ? അപ്പൊ ഇനി ഒന്നുകൂടി അതൊന്ന് വായിച്ചോ ഫെയ്ത്ത്.
എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഇനിയിപ്പോ സമയമുണ്ടോ? ഇല്ല, അതുകൊണ്ട് ഒന്നുകൂടി വായിച്ചോ. അത് എഴുത്ത് വായിച്ചോ. ഇന്നോ നാളെയോ അമ്മാവനും കുടുംബവും എത്തും. ഈ വാക്യത്തിൽ നിന്ന് നാളെ ഇന്ന് നാളെ എന്നീ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ദ്യോതകമാണ് ഓ അമ്മാവൻ കുടുംബം എന്നീ പദങ്ങളിലും എന്ന ദ്യോതകം കൊണ്ട് കൂട്ടിച്ചേർക്കുന്നു. മകൻ ഗൾഫിൽ നിന്ന് വരുന്നുവെങ്കിൽ കല്യാണം നടക്കും എന്ന വാക്യത്തിന്റെ മകൻ ഗൾഫിൽ നിന്ന് വരും, കല്യാണം നടക്കും എന്നീ വാക്യങ്ങളെ എങ്കിൽ എന്ന ദ്യോതകം കൂട്ടിച്ചേർക്കുന്നു. മകൻ വന്നില്ലെങ്കിൽ കല്യാണം നടക്കില്ല എന്ന ഈ വാക്യത്തിന്റെ വന്നെങ്കിലും എന്ന ദ്യോതകം മകൻ വന്നു കല്യാണം നടന്നില്ല എന്നീ വാക്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നു. ഇന്ന് പശു പ്രസവിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന വാക്യത്തിൽ എന്ന ദ്യോതകവും പശു ഇന്നു പ്രസവിക്കും എന്ന വിശ്വാസം എനിക്കില്ല എന്ന വാക്യത്തിലെ എന്ന ദ്യോതകവും വാക്യങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ്. വാക്കുകളെ കൂട്ടി ചേർക്കുന്നവയാണ്. വാക്കുകളെയോ കൂട്ടിച്ചേർക്കുന്ന ദ്യോതകത്തിന് ഘടകം എന്നു പേർ. അയ്യയ്യോ എന്നത് ഭാവം എന്ന വികാരം. അയ്യയ്യോ രക്ഷിക്കണേ എന്ന് ആട്ടിടയൻ ആർത്തു വിളിച്ചു. അയ്യയ്യോ രക്ഷിക്കണേ എന്ന് ആട്ടിടയൻ ആർത്ത് വിളിച്ചു. ഈ വാക്യത്തിൽ അയ്യയ്യോ എന്ന ഭയം എന്ന വികാരം കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു ശബ്ദമാണ് ഇങ്ങനെ. വികാരങ്ങളെ സൂചിപ്പിക്കുന്ന അയ്യോ, ആവൂ, ശിവ, കർത്താവേ, ചീ, ഹാ, കഷ്ടം, ദ്യോതകങ്ങളാണ്. ശബ്ദങ്ങളും ദ്യോതകങ്ങളാണ്. ഇവയ്ക്ക് വ്യാക്ഷേപകം എന്ന് പറയുന്നു. വ്യാക്ഷേപകം പറയുന്നു. വ്യാക്ഷേപകം എന്ന് പറയുന്നു. കാട്ടിൽ ഷോൺ വായിച്ചോ. അടുത്തത് വിഭക്തികൾ എത്ര വിധമായ വിഭക്തികള്? വിഭക്തികൾ 7 വിധമാണ്. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് വിഭക്തികള്? നിർദ്ദേശിക. മനസ്സിലായില്ലേ മക്കളെ? വിഭക്തികൾ ഏതൊക്കെയാണ്? നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, സംബന്ധിക, ആധാരിക. മനസ്സിലായോ? വിഭക്തികൾ ഏതൊക്കെയാണ്? നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഓർമ്മിച്ചു വെക്കണേ. ഇന്ന് പഠിച്ചത് നമ്മൾ എന്തൊക്കെയാ പഠിച്ചു? ഏതൊക്കെയാ പഠിച്ചത്? ദ്യോതകം, ഘടകം, വ്യാക്ഷേപകം, ഗതി അല്ലെ? അതില് വിഭക്തിനെ കുറിച്ച് 7 എണ്ണത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, ഓർമ്മിച്ചു വെക്കണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കൂതേ. നെക്സ്റ്റ് എന്താണ് പറയാനുള്ളത്? അടുത്തത് കാരകമാണ്. കാരകം കണ്ടോ?
വിഭക്തി പഠിച്ചപ്പോൾ രാമൻ രാമനെ, രാമനോട്, രാമന് രാമനാൽ, രാമനെ കൊണ്ട്, അല്ലെങ്കിൽ അല്ലെ രാമന്റെ, രാമനിൽ, രാമങ്കൽ എന്നീ രൂപങ്ങൾ പരിചയപ്പെട്ടുവല്ലോ. ഇവയിൽ രാമൻ എന്നതൊഴിച്ച് എല്ലാം ക്രിയ നടക്കുന്നതിന് നാമങ്ങൾ ഏതെല്ലാം പ്രകാരത്തിൽ ഉപകരിക്കുന്നു എന്ന് കാണിക്കുകയാണ്. നാമത്തിന് ക്രിയയോടുള്ള ബന്ധം കാണിക്കുന്നതിന് കാരകം എന്ന് പറയുന്നു. എന്താണ് കാരകം? നാമത്തിന് ക്രിയയോടുള്ള ബന്ധം കാണിക്കുന്നതിനാണ് കാരകം എന്ന് പറയുന്നത്. അല്ലെ, കാരകം എന്ന പദത്തിന് ക്രിയ നടത്തുന്ന വസ്തു എന്നാണ് അർത്ഥം. അത്രേ അതിൽ പറഞ്ഞുള്ളൂ. കാരകം എന്നാൽ എന്തിന്? നാമത്തിന് ക്രിയയോടുള്ള ബന്ധം കാണിക്കുന്നതിനാണ് കാരകം എന്ന് പറയുന്നത്. അപ്പൊ ഉദാഹരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. രാജു പാടുന്നു എന്ന വാക്യത്തിൽ പാടുക എന്ന ക്രിയ ചെയ്യുന്നത് രാജു ആണ്. ക്രിയ ചെയ്യുക എന്ന ബന്ധമുള്ള നാമത്തെ കർത്താവ് എന്ന് പറയുന്നു. ഈ വാക്യത്തിൽ രാജു എന്നത് കർത്തൃകാരകം അല്ലെ, കർത്തൃകാരകം. അപ്പൊ കാരകമാണ് പഠിച്ചത്. എന്താണ് ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? അതില് വിഭക്തി പഠിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? രാമൻ, രാമനെ, രാമനോട്, ഇൻ, ഏ, ഓട്, ന്, ആൽ അല്ലെ, രാമനാൽ, രാമനെ കൊണ്ട് എന്നുള്ള അർത്ഥത്തില്, രാമന്റെ, രാമനിൽ, രാമങ്കൽ എന്നീ രൂപങ്ങൾ പരിചയപ്പെട്ടുവല്ലോ. ഇവയിൽ രാമൻ എന്നതൊഴിച്ച് എല്ലാം ക്രിയ നടക്കുന്നതിന് നാമങ്ങൾ ഏതെല്ലാം പ്രകാരത്തിൽ ഉപകരിക്കുന്നു എന്ന് കാണിക്കുകയാണ് അല്ലെ. നാമത്തിന് ക്രിയയോടുള്ള ബന്ധം കാണിക്കുന്നതിന് കാരകം എന്ന് പറയുന്നു. കാരകം എന്ന പദത്തിന് ക്രിയ നടത്തുന്ന വസ്തു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അത്രയാണ് അതിൽ പറയാനുള്ളത്. ആ 2 പാരഗ്രാഫും കൂടെ ഒന്ന് വായിച്ചു ആൻമരിയ. കാരകം. കാരകം. വിഭക്തി പഠിച്ചപ്പോൾ രാമൻ രാമനെ, രാമനോട്, രാമന് രാമനാൽ, രാമനെ കൊണ്ട്, രാമന്റെ, രാമനിൽ, രാമങ്കൽ എന്നീ രൂപങ്ങൾ പരിചയപ്പെട്ടുവല്ലോ. ഇവ രാമൻ എന്നതിനെ ഒഴിച്ച് എല്ലാം ക്രിയ നടക്കുന്നതിന് നാമങ്ങൾ ഏതെല്ലാം പ്രകാരത്തിൽ ഉപകരിക്കുന്നു എന്ന് കാണിക്കുകയാണ്. നാമത്തിന് ക്രിയയോടുള്ള ബന്ധം കാണിക്കുന്നതിന് കാരകം എന്ന് പറയുന്നു. കാരകം എന്ന പദത്തിന് ക്രിയ നടത്തുന്ന വസ്തു എന്നാണ് അർത്ഥം. രാജുവാണ്. ക്രിയ ചെയ്യുക എന്ന ബന്ധമുള്ള നാമത്തെ കർത്താവ് എന്ന് പറയുന്നു. ഈ വാക്യത്തിൽ രാജു എന്നത് കർത്തൃകാരകമാണ് അല്ലെ. അത്രയും നമ്മൾ പറഞ്ഞു. അപ്പൊ അത് മതി മക്കളെ. അപ്പൊ ഇന്ന് നമ്മൾ 2 ഇതാ പഠിച്ചത്. ഏതൊക്കെ? ദ്യോതകം, ഗതി, വ്യാക്ഷേപകം, ഘടകം അല്ലെ, അതും കാരകവും. അപ്പൊ അതിൽ 2 പാരഗ്രാഫേ കാരകത്തിൽ പഠിച്ചുള്ളൂ. അത് നല്ലതുപോലെ വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരണേ. പിന്നെ നമുക്ക് ഇന്ന് നമ്മൾ പറഞ്ഞ ഏത് പാഠത്തിന്റെ എക്സാം ആയിരുന്നു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഷോണെ, ഏത് പാഠത്തിന്റെ ആയിരുന്നു മോനെ? 14ാമത്തെ പാഠം. അപ്പൊ 14ാമത്തെ പാഠവും 15ാമത്തെ പാഠവും കൂടെ അടുത്ത വെള്ളിയാഴ്ച എക്സാം ആണ്. 14ഉം 15ഉം. ഓക്കെ, പഠിക്കൂലേ? എല്ലാവരും പഠിച്ച് ഓർമ്മിച്ചിട്ട് വരണം. ഫെയ്ത്ത് ഇന്ന് മാത്രം പഠിച്ചാൽ പോരാ, ഓർമ്മിച്ച് വെച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് നമുക്ക് മതിയാക്കാം അല്ലേ ഇന്ന്? ഓക്കെ, എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? അന്മരിയ പഠിച്ചിട്ടുണ്ടോ 14ാമത്തെ പാഠം? ഓക്കെ, പിന്നെ 2 പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഓൾറെഡി ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും എഴുതി വെക്കണേ. എഴുതി എല്ലാം നോട്ട് ക്ലിയർ ആക്കണം. ഓക്കെ, ബൈ.